നമ്മൾ ഫേസ്ബുക്കിൻ്റെ ആസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് ഹെഡ് ക്വാർട്ടറിൽ സാൻ ഫ്രാൻസിസ്കോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മീൻ പ്രാന്തൻ സാൻ ഫ്രാൻസിസ്കോയിലെ ഫേസ്ബുക്കിൻ്റെ ഹെഡ് ക്വാർട്ടറിലെത്തി. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. കേട്ടോ കണ്ടോ, നമ്മൾ സ്ഥിരം കാണുന്ന ആ സ്കൈ ലൈക്ക് 1 ഹാക്കർ വേ, അതാണ് ഇതിൻ്റെ അഡ്രസ്സ്. സാൻ ഫ്രാൻസിസ്കോയിലെ മെല്ലോ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ ഫേസ്ബുക്കിൻ്റെ ഓഫീസ്. നമ്മുടെ ഇതിൻ്റെ മോലാളി സുക്രണ്ണൻ, ഫേസ്ബുക്കിൻ്റെ മാർക്ക് സുക്കർബർഗ് ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ്. അദ്ദേഹം താമസിക്കുന്നത് ഇവിടുന്ന് ഒരു 6-7 മൈൽ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ലോകത്തെല്ലായിടത്തും ഓഫീസുണ്ട് ഫേസ്ബുക്കിൻ്റെ. ഡൽഹി, ബോംബെ, അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതാണ്, ഫേസ്ബുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ആ തമ്പിൻ്റെ ബോർഡ് അങ്ങനെ വെളി വെച്ചിരിക്കുകയാണ്. അവിടെ കുറച്ച് ഓഫീസിൽ നിന്ന് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഏരിയ. അപ്പോൾ ഇവിടെ തന്നെയാണ് അവരുടെ ഓഫീസ്, ക്യാമ്പസാണ് വലിയ. ഒരു 3000-ഓളം ആൾക്കാർ ജോലി ചെയ്യുന്ന ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഓഫീസ് ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. ഇതാണ് ഈ ഫേസ്ബുക്കിൻ്റെ ഏരിയൽ വ്യൂ. ഇതാണ്ട് ഈ ആരോ കാണുന്ന ഭാഗത്താണ് താഴെ മഞ്ഞായി ഞാനിപ്പോൾ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഓരോ ഗേറ്റാണ്, 2 നമ്പർ ഗേറ്റ്, ഇങ്ങനെ കുറേ ഉണ്ട്, കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇതുപോലത്തെ കുറേ ബിൽഡിങ്ങുകളാണ് ഈ ക്യാമ്പസ്, കുറേ ഉണ്ട്. അതുകൊണ്ട് ഈ സൈക്കിളുകളൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫ് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഒരു സെക്യൂരിറ്റി ഒരെണ്ണം പോലും ഇല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി, ഇത്രയും വലിയ ക്യാമ്പസിൽ ഒരു സെക്യൂരിറ്റി ഓഫീസറോ ഒന്നുമില്ല. എല്ലാം ഓപ്പണായിട്ട് കിടക്കുക. കണ്ടോ, ഓഫീസ് ഡേയ്സിലൊക്കെ ട്രാമുണ്ട്. അപ്പോൾ ഏതൊക്കെ റൂട്ടിൽ കൂടെ പോകുമെന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രാം വെച്ചാൽ ചെറിയ വണ്ടിയായിരിക്കും ഉള്ളത്. ഇതിൻ്റെ പ്ലാനാണ് കാണിച്ചിരിക്കുന്നത് ഈ ബിൽഡിങ്ങുകൾ. സൈക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് സൈക്കിൾ പോകാനുള്ള വഴി ഇവിടെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് സൈക്കിൾ ട്രാക്കാണ്. അപ്പുറത്ത് ഇങ്ങോട്ട് വരാനും ഉണ്ട്. അപ്പോൾ അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് സൈക്കിളുകാർ. അപ്പോൾ പൊല്യൂഷനെ കുറയ്ക്കാൻ വേണ്ടി ഇവർ തന്നെ അറേഞ്ച് ചെയ്യുന്ന പദ്ധതിയായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ ഈ ബിൽഡിങ്ങും ആ തമ്പും ലൈക്കും ഒക്കെ കണ്ടു. അപ്പോൾ ഇനി ഇതിൻ്റെ ഇവിടുത്തെ വെളിയിൽ നിന്നുള്ള കാഴ്ചകളുണ്ട്. അകത്തുള്ള ഇന്ന് സൺഡേ ആയതുകൊണ്ട് അകത്തെ പരിപാടിയൊന്നും നമ്മൾ കാണുന്നില്ല. ഗൂഗിളിൻ്റെ ഹെഡ് ഓഫീസും ഇവിടെ തന്നെയാണ്. അപ്പോൾ വെച്ചാൽ ഇവിടുന്ന് ഒരു 8 മൈൽ ദൂരെ. അപ്പോൾ ഗൂഗിളിൻ്റെയും പോയി കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ ഗൂഗിളിൻ്റെ ഓഫീസിലെത്തി. ഇത് കണ്ടോ, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് തന്നെ റോഡിൽ എഴുതിക്കുന്നത് ഗൂഗിൾ. അപ്പോൾ നമ്മളിതാ ഗൂഗിളിൻ്റെ ഹെഡ് ഓഫീസിലെത്തി. മുമ്പേ ഫേസ്ബുക്കിൻ്റെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഗൂഗിൾ ഓഫീസുണ്ട്. അതിൻ്റെ എല്ലാം ഹെഡ് ഓഫീസ് ഇതാണ്, ഈ കാണുന്നതാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ, ഏക്കർ കണക്കിനും കിടക്കുക. അതായത് ഇവിടെ ഉണ്ടാക്കുന്നേ ഒരു ഓഫീസ് കെട്ടിടമായിട്ടല്ല, അവരൊരു കുറേ എൻവയോൺമെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ഓഫീസ് ആണെന്ന് തോന്നത്തില്ല. വർക്ക് താഴെ തന്നെ പല എൻ്റർടൈൻമെൻറ്റുകളും ഫെസിലിറ്റികൾ, കുറേയധികം ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഉള്ള ക്യാമ്പസുകൾ എന്ന് വെച്ചാൽ വളരെ റിലാക്സ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റിയ. ഏറ്റവും രസകരമായിട്ട് കാര്യം ഒരൊറ്റ സെക്യൂരിറ്റി ഇല്ലെന്നുള്ളതാണ്. അതാണ് അത്ഭുതമായിട്ട് തോന്നിയത് എനിക്ക്. ഇവിടെ തന്നെ കണ്ടില്ലേ ഓൺ സൈറ്റ് ഹെയർ കട്ട്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫിനൊന്നും വെളിയിൽ പോകേണ്ട ആവശ്യമില്ല. ഈ വണ്ടിയിൽ തന്നെ വന്ന് തലമുടി വെട്ടിച്ചിട്ട് പോകാം. എന്തൊക്കെ സൗകര്യമാണ്. ഇതൊന്ന് സൺഡേ ആയതുകൊണ്ട് ക്ലോസ്. എല്ലായിടത്തും ഇങ്ങനെ കുറേ ചെയർ ഇട്ടിട്ടുണ്ട്. കണ്ട, ആൾക്കാർക്ക് വന്നിരുന്നേ ഡിസ്കസ് ചെയ്യാനും ചായ കാപ്പിയൊക്കെ ഒന്ന് കുടിച്ച്. അപ്പുറത്ത് ബാസ്കറ്റ് ബോൾ, അപ്പുറത്ത് വോളിബോൾ കളിക്കുന്ന നെറ്റുണ്ട്.
ഇത് അവരുടെ ഒരു ഓഫീസിന്റെ അകമാണ്. എല്ലായിടത്തും കസേരകളാണ് മൊത്തം. ഡൈനോസോറിന്റെ അസ്ഥികൂടം വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ഇവിടെ കിട്ടുന്നത്? പണി ചെയ്ത് ഇങ്ങനെ ആയിപ്പോയാന്നോ? ഇവരുടെ മെയിൻ ഓഫീസ് കെട്ടിടമാണ് ഇതായി. കണ്ടോ, ഗൂഗിളിന് എഴുതിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഈ ആൻഡ്രോയിഡിൻ്റെ സിമ്പൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതായത് ഒരു കുഞ്ഞ് ആൻഡ്രോയിഡ്. സൈക്കിൾ പോകേണ്ട റൂട്ടാണിത്. അങ്ങനെയാണ് സൈക്കിളിന് എല്ലാ ക്യാമ്പസുകളിലും കൂടി ഇങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എംപ്ലോയീസിന് എടുത്തുകൊണ്ട് പോകാനുള്ളതാണ്. ചെമ്പരത്തി കണ്ടിരിക്കുന്നതാണ്. ആഹാ, ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് കാണും കേട്ടോ ചെമ്പരത്തി. ഇത് വേണം നാരങ്ങ നിൽക്കുന്നത്. ആഹാ, വേണം നാരങ്ങ. ക്യാമ്പസിൽ വളരുന്നതാണ് നാരങ്ങ. നാരങ്ങ, ചെമ്പരത്തി, പിന്നെന്ത് വേണ്ടൊക്കെ ഉണ്ട്, കൃഷിയൊക്കെ ഉണ്ട്. കണ്ട് കാന്താരി പോലത്തെ മുളകുണ്ട്. കണ്ട് ഇതെല്ലാം മുളക്. പിന്നെന്ത് തക്കാളിക്ക കുഞ്ഞ്. ഇവിടെ വലിയ തക്കാളി ഉണ്ട്. കണ്ടോ, പഴുത്ത് കിടക്കുന്ന കിടപ്പ് കണ്ടോ. ആഹാ, പുലി കിടക്കുന്നേ ഉള്ളൂ ഇവിടെ. അതാ തണ്ണിമത്തൻ, അടിപൊളി തണ്ണിമത്തൻ ആയിക്കൊണ്ടിരിക്കുന്നത്. എഴുതിയിട്ടുണ്ട് ഗൂഗിൾ ഗാർഡൻ. കണ്ടോ, നല്ല വിളഞ്ഞ് നിൽക്കുകയല്ല, പഴുത്ത്. കണ്ടില്ലേ, പച്ചമുളകൊക്കെ പഴുത്ത്. തുളസി, നമ്മുടെ നാടൻ തുളസി. ആഹാ, അടിപൊളി. നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ ഇതുപോലെ വലിയ ക്യാമ്പസിൽ ഇത്രയും കൃഷിയൊക്കെ? ചീര. ഇത് ചൊറിയനോ? അയ്യോ, ചൊറിയനോ ആയിരിക്കത്തില്ല, വേറെ കണ്ട ലുക്കൊക്കെ അത് കേട്ടോ. അതിനെ കോപ്പി അടിച്ച് നിൽക്കുക അവിടെ. ഇതെന്തുവാ, കുഞ്ഞൊരു വഴുതനയായി വരുന്നുണ്ട്. കൊള്ളാമല്ലോ. കണ്ട് ഈ ക്യാമ്പസിന്റെ നടുക്ക്, ആ മഞ്ഞ കാണുന്ന ഭാഗത്ത് തന്നെയാണ് ഇതിന്റെ കൃഷി. ഒത്ത നടുക്ക് തന്നെ. നാളെ ഒരാൾ രണ്ടുപേരെ ചോദിച്ചു അമേരിക്ക കാക്കയുണ്ടെന്ന്. അത് കാക്ക അവിടെ നിന്ന്, പക്ഷേ പറയുന്നത് ഇംഗ്ലീഷാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ പോയി കാഴ്ചകളെല്ലാം കണ്ട് ഗൂഗിളിൻ്റെ എല്ലാ കൃഷികളും ക്യാമ്പസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കണ്ട് ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അറിയോ? ഇവരുടെ എല്ലാം ഒരു ഫാമിലി മെമ്പറായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട യൂട്യൂബിൻ്റെ ഹെഡ് ഓഫീസും ഇവിടെ തന്നെയാണ്. ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ ആദ്യം ഫേസ്ബുക്കിൽ പോയി, പിന്നെ ഗൂഗിള്, ഇനി നമ്മൾ യൂട്യൂബിലെ എല്ലാം ഈ ഏരിയ തന്നെ. എല്ലാ ഹെഡ് ഓഫീസ്, സാൻ ഫ്രാൻസിസ്കോ നിങ്ങൾക്കറിയാം, സിലിക്കൺ വാലി, എല്ലാത്തിൻ്റെ ഹെഡ് ഓഫീസ്. ഇപ്പോൾ ടെസ്ല, ആപ്പിള്, അങ്ങനെ കുറേ ഉണ്ട്. ആപ്പിള് പറ്റുമോ ഞാൻ കവർ ചെയ്യാം. അപ്പോൾ എല്ലാം യൂട്യൂബ് എല്ലാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലായിടത്തും ഓഫീസുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഹെഡ് ഓഫീസ് ഇതാണ്. ഇപ്പോൾ ഈ ഗൂഗിളിൻ്റെ ഈ കണ്ട പോലെ യൂട്യൂബിൻ്റെ ഓഫീസും ഉണ്ട്. നമുക്കവിടെ യൂട്യൂബിലേക്ക് പോകാം. യൂട്യൂബ്. ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് യൂട്യൂബിലോട്ട് പോകുന്ന വഴി ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കയറിയതാണ്. ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി വിശ്രമ കേന്ദ്രം. അപ്പോൾ അവിടെയുള്ള ഫെസിലിറ്റികൾ, ബാത്റൂമൊക്കെ ഉണ്ട് വേറെ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുകയോ ചെറിയ ട്രക്കിങ്ങോ, മേലോട്ട് അവിടെ കാട് പോലൊക്കെ ഉണ്ട്, ചെറിയ ട്രക്കിങ്ങൊക്കെ നടത്തിയിട്ട് പോകാം. ഞാൻ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് യൂട്യൂബിൻ്റെ ഓഫീസിൽ വന്നു. സാധാരണ 1 മില്യണൊക്കെ എത്തുമ്പോൾ അവർ വിളിക്കാറുണ്ട് വർക്ക്ഷോപ്പിനൊക്കെ. നമ്മൾ വലിഞ്ഞു കയറി വന്ന നിങ്ങളെ കാണിക്കാൻ വേണ്ടി യൂട്യൂബ് പ്ലേ ചെയ്യാൻ പോവാം. ഇതാണ്ട് ഈ കാണുന്നത്, എപ്പുറത്ത് കാണുന്നത് അതെല്ലാം ഈ ഏരിയ മൊത്തം അവരുടെയാണ്, യൂട്യൂബിൻ്റെയാണ്. കണ്ടോ, ഈ മേളിൽ കാണുന്നതെല്ലാം കണ്ടോ,
ആ ബിൽഡിങ്ങുകളെല്ലാം ഇതെല്ലാം യൂട്യൂബിൻ്റെ ഓഫീസുകളാണ്. പിന്നെ ഈ യെല്ലോ കാണുന്നിടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ 3 ബിൽഡിങ്ങുകളാണ് ഇതിൻ്റെ മെയിൻ ഓഫീസ്. സെക്യൂരിറ്റി വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ സിൽവർ ബട്ടൺ തരാനാന്ന് തോന്നുന്നു. നോക്കട്ടെ. നോക്കും കിട്ടി. ചുവന്ന ബട്ടൺ, പുതിയ ബട്ടണാണ് കേട്ടോ. അവിടുത്തെ ആ സെക്യൂരിറ്റി വന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൻ്റെ ഓഫീസ് നിങ്ങൾ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ടു. കാരണം ഇവരകത്തോട്ട് കയറ്റി അധികം എൻ്റർടൈൻ ചെയ്യത്തില്ല. നമ്മൾ ഫേസ്ബുക്കോ ഗൂഗിളോ പോലെ കണ്ട ആ സെക്യൂരിറ്റീസ് ആയിരിക്കുന്നത് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഓരോ കമ്പനിയുടെ ഓരോ പോളിസി ആയിരിക്കാം. നമുക്ക് ഈ കാണുന്ന കാഴ്ചകൾ ഈ റോഡിൽ നിന്ന് സൈഡിൽ നിന്ന് പകർത്താൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.